നെല്ലിശ്ശേരി അച്ഛന് ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്ന് വരുന്ന ഒരു അഭിനന്ദനങ്ങൾ അങ്ങ് തരുക. ആദ്യമായിട്ട് താങ്കളുടെ പ്രായം പോലും ഗൗനിക്കാതെ സാത്താൻ ബാധിതരായ ഈ 4-5 പേരും അവന്മാരുടെ ഭാര്യമാരെന്ന് പറഞ്ഞ് ഉമ്മാർ വിളിച്ചുകൊണ്ട് വന്ന കുറച്ച് സ്ത്രീകളും അവർക്ക് മുമ്പിൽ ചങ്കുറപ്പോടുകൂടി നട്ടെല്ല് നിവർത്തി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണ് തെളിയിച്ചു നെല്ലിശ്ശേരി അച്ഛന് എറണാകുളം രൂപതയിലുള്ള വിശ്വാസികളുടെ തന്നെയല്ല, ആഗോള സീറോ മലബാർ സഭയുടെ വലിയ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ് ഇവിടെ. ഇതിന്റെ 1000-1 നട്ടല്ലോ അല്ലെങ്കിൽ ഇതിന്റെ 1000-1 ഉരിശോ അല്ലെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞ നല്ല തന്തയ്ക്ക് പറഞ്ഞവനോ ആയിരുന്നു പാമ്പ്ലാനിയെങ്കിൽ ഈ ഗതികേട് എറണാകുളത്തിന് വരത്തില്ല. പാമ്പ്ലാനി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അത് കാണുന്നത്. അവിടെ നെല്ലിശ്ശേരി അച്ഛൻ ഈ സാത്താൻ ബാധിതരായിട്ടുള്ള സഭാശത്രുക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രായം പോലും മറന്ന് വ്യക്തമായിട്ട് ഞാൻ മാർപ്പാപ്പയെയും സിനഡിനെയും മാത്രമേ അനുസരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ കുറച്ച് സിനഡന്മാരും ഉണ്ടല്ലോ, മെത്രാന്മാർ എന്ന് പറഞ്ഞു നടക്കുന്ന വഷളന്മാര്, നിങ്ങളുടെ കണ്ണുകൾ ഇനിയെങ്കിലും തുറക്കത്തില്ലേ? പാമ്പ്ലാനിയെ നിങ്ങൾ എന്നാണ് ചവിട്ടി പുറത്താക്കുന്നത്? ഈ വൃത്തികെട്ട മനോഭാവമുള്ള പാമ്പ്ലാനിയെ മെത്രാൻ പട്ടം അഴിച്ചു വെപ്പിച്ച് അയാളെ ചന്തിക്ക് ചവിട്ടി പുറത്താക്കാൻ നിങ്ങൾക്ക് സിനഡന്മാർക്ക് എന്താ കയ്യൂക്കില്ലേ? നിങ്ങൾക്ക് അതിനുള്ള ആത്മബലമില്ലേ? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കരിയിലിനും അല്ലെങ്കിൽ നമ്മുടെ സഭാപണ്ഡിതനായിട്ടുള്ള ആ നരികുളത്തിനും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ആണ് നിങ്ങൾ ഈ പാമ്പ്ലാനിക്ക് കൊടുക്കുന്നത്? കരിയിൽ എവിടാന്ന് കരിയിലിന് പോലും അറിയത്തില്ല, പുള്ളി വാനീഷായി പോയി. അതുപോലെ ഞാൻ എന്തോ സംഭവമാണെന്നും പറഞ്ഞ് കടുവയായിട്ട് നടന്ന നരികുളം എവിടാന്ന് നരികുളത്തിന് പോലും അറിയത്തില്ല, നരികുളവും വാനീഷായി പോയി. രണ്ടുപേരും ഇപ്പൊ അടങ്ങി ഒതുങ്ങി സ്വന്തം റൂമിൽ കഴിയുക. അത്രയൊന്നും ഇല്ലല്ലോ പാമ്പ്ലാനി. അപ്പൊ ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് നിങ്ങൾ പാമ്പ്ലാനി കൊടുക്കുന്നത്? അതോ പാമ്പ്ലാനി നിങ്ങളെ എന്ത് പറഞ്ഞാ ഭീഷണിപ്പെടുത്തുന്ന സിനഡിലെ ഓരോ മെത്രാന്മാരും മറുപടി പറയണം. നിങ്ങൾക്കൊക്കെ ഈ നെല്ലിശ്ശേരി അച്ഛനുള്ളതിന്റെ 1000-1 അംശം ഈശ്വര വിശ്വാസവും കർത്താവിനോടുള്ള ഭക്തിയും പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തിയും നട്ടെല്ലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പാമ്പ്ലാനി എന്ന വൃത്തികെട്ടവൻ ഈ തെണ്ടിത്തരം എറണാകുളത്ത് കാണിക്കത്തില്ലായിരുന്നു. അവൻ കാണിച്ചു വെച്ച തെണ്ടിത്തരമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സഭാശത്രുക്കളായിട്ടുള്ള സാത്താൻ സേവക്കാർ വന്നിട്ട് പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ സാത്താൻ ബലിയർപ്പണം വേണമെന്ന് പറഞ്ഞത് പാമ്പ്ലാനി എന്നുള്ള ഒറ്റ വൃത്തികെട്ടവന്റെ സമവായം എന്നുള്ള ആഭിചാര കർമ്മത്തിന്റെ ബാക്കി ഭാഗമാ. ഇനിയും നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണോ? ഇനിയും നിങ്ങൾക്ക് കണ്ണു തുറക്കത്തില്ലേ? സിനഡന്മാരെ എന്ന് ഈ സിനഡ് മെത്രാന്മാരോട് ചോദിക്കുക എന്ന് മാത്രമുള്ള ഒരു കർത്തവ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ചോദിക്കാം, പ്രാകാം, നീയൊക്കെ നശിച്ചു വെണ്ണീറായി പോകുമെന്ന് ഓരോ വിശ്വാസിയും നിങ്ങളോട് പറയും. നിന്റെയൊക്കെ അരപ്പട്ടയും നിന്റെയൊക്കെ ഈ തലപ്പാവും ഒക്കെ പന്നിക്ക് കിട്ടുന്ന ഈ വിസർജ്യം പോലായി പോവും. ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ. കാര്യം നിങ്ങളൊക്കെ അത്ര അധപ്പതിച്ചു പോയി. വിശ്വാസികൾ ഉപദേശിക്കുന്നതിന് മുമ്പ് സ്വയം വ്യക്തമായിട്ട് കർത്താവിന്റെ പാത പിന്തുടർന്നിട്ട് വേണം വിശ്വാസിയെ ഉപദേശിക്കാൻ പോകാൻ. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ പാപമൊക്കെ ദൈവം ക്ഷമിക്കും. പാമ്പ്ലാനിയെ സഭയിൽ നിന്ന് പുറത്താക്കുക, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. കൂട്ടത്തിൽ തട്ടിലിനെയും ഇവന്മാരെ 2 പേരെയും സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ഇനിയെങ്കിലും സിനഡിലെ മറ്റു മെത്രാന്മാർ സ്വീകരിക്കും എന്ന് വിശ്വസിക്കുക വിശ്വാസികൾ ഇപ്പോഴും. അതിന് മാത്രമല്ല വിശ്വാസികൾക്ക് ഇപ്പം തൽക്കാലത്തേക്ക് നിവൃത്തിയുള്ളൂ.